ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാം. ക്രിസ്മസ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു കോണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിട്ടതിനെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമ്മളുടെ മെയിൻ സാധനം എടുക്കാം. ചകിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൻ്റെ ചാർട്ടിന് പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന രീതി നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മളിതാ ഇതുപോലെയാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ടോപ്പിൽ വരെ ഒന്ന് എത്തിക്കണം ഒട്ടിച്ചിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ കളറും കൊടുത്തിട്ടുണ്ട്. സ്പ്രേ പെയിൻ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഇല്ല. അപ്പം ഞാൻ സാധാരണ ബോട്ടിൽ വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടയ്ക്കൊരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് തോന്നി. പിന്നെ ഞാനിപ്പോൾ ഒരു ടിഷ്യൂൻ്റെ റോള് കാണിച്ചതിൻ്റെ സ്റ്റാൻഡാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഞാൻ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത നക്ഷത്രമാണ്. അത് ശരിയായൊരു ഷേപ്പൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയൊരു ഗ്ലൂ ആണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഗ്ലൂ ആണ്. നല്ലൊരു ഗ്ലൂ ആണിത്. ഒരു 40 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് നമുക്ക് ഈ സ്റ്റാറിൻ്റെ മേലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടെടുക്കാം. ബ്രഷ് വെച്ചിട്ടോ അല്ലെ കൈ വെച്ചിട്ടോ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അത് ഗ്ലിറ്ററാണ്. ഇത് ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ട്രീയിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ സ്റ്റാർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാനിത് വേറൊരു കളർ ഗ്ലിറ്റർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ടോപ്പിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മുടെ സാധാരണ സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ടാബ്ലറ്റ് കവറാണ്. ഇത് റൗണ്ട് ഷേപ്പിലുള്ളതിന് ഞാൻ റെഡ് കളർ വെച്ച് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അത് ഞാൻ അലുമിനിയം ഫോയിൽ ബോൾ പോലെ ചുരുട്ടിയെടുത്താണ്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, നമ്മൾ മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ 1-2 സ്റ്റാർ കൂടി ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കൊന്നും ആക്കിയിട്ടില്ല. നമ്മൾ കാണുന്ന പോർഷനിൽ മാത്രമാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒരു സിൽവർ കളറും പിന്നെ ഒരു ഗോൾഡൻ കളറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഡെക്കറേഷൻ വർക്കാണ്. നമുക്ക് ക്രിസ്മസിന് ടേബിൾ ടോപ്പായിട്ട് വെക്കാനും അല്ലാണ്ട് തന്നെ നമുക്കിതുപോലെ ഒരു ടിഷ്യൂൻ്റെ റോൾ ഉണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡായിട്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.